മോദി തോറ്റു പിന്മാറുന്ന കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. നാലാം ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായി പോളിംഗ് കണക്കുകൾ പുറത്തു വന്നപ്പോൾ ബിജെപിക്കും കേന്ദ്രം ഭരിക്കുന്ന സകലമാന ആളുകൾക്കും മനസ്സിലായി രാജ്യത്ത് 2019 ബിജെപി അനുകൂല കാറ്റല്ല വീശുന്നത്, പകരം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ കാറ്റാണ് എന്ന്. ഇത് ആദ്യം മനസ്സിലാക്കിയതോ മോദി തന്നെയാണ്. അതുകൊണ്ട് തന്നെ തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ചില കാര്യങ്ങളെ മോദി തിരുത്തുകയാണിപ്പോൾ. അത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള പരാമർശങ്ങളാണ്. പക്ഷേ ആ തിരുത്തലുകൾക്കും ഒരു രാഷ്ട്രീയമുണ്ട്. അതായത് വീണിടത്ത് കിടന്ന് ഉരുണ്ടുരുണ്ട് ലക്ഷങ്ങളുടെ കോട്ടിൽ ചെളി വാരിപ്പുത്തുകയാണ് മോദി. ഞാനോ അങ്ങനെ പറഞ്ഞു? ഇല്ല, അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞാണ് മോദി ഇപ്പോൾ കൈമലർത്തുന്നത്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ആദ്യ പരിഗണന നൽകുക മുസ്ലിങ്ങൾക്കായിരിക്കും. കഷ്ടപ്പെട്ട് മറ്റുള്ളവരുണ്ടാക്കിയ പണം അവരിലേക്ക് ഒഴുക്കും. അമ്മമാരുടെയും സഹോദരിമാരുടെയും സ്വർണത്തിന്റെ കണക്കെടുപ്പ് നടത്തി അത് മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന് പ്രകടന പത്രികയിൽ ഉണ്ടെന്നും മോദി പറയുന്നുണ്ട്. കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്ന നുഴഞ്ഞുകയറ്റക്കാരായ ഇവരിലേക്ക് രാജ്യത്തിന്റെ സമ്പത്ത് പോകുന്നതിനെ അനുകൂലിക്കുന്നുണ്ടോ എന്നതായിരുന്നു വോട്ടർമാരോടുള്ള മോദിയുടെ ചോദ്യം. ഇതാണിപ്പോൾ ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മോദി കൈമലർത്തുന്നത്. രാജസ്ഥാനിൽ മോദി നടത്തിയ വിവാദ പരാമർശത്തിനെതിരെ ബിജെപിയുടെ യുവമോർച്ച നേതാവ് തന്നെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ബിജെപി ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് ഉസ്മാൻ ഖാനിയെ ബിജെപി പുറത്താക്കുന്നതാണ് പിന്നീട് കണ്ടത്. രാജസ്ഥാനിലെ ബിക്കാനീറിലെ ന്യൂനപക്ഷ മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റായിരുന്ന ഉസ്മാൻ ഖാനി പാർട്ടിയുടെ പ്രതിച്ഛായ മോശമാക്കിയെന്ന് വിശദീകരിച്ചാണ് അദ്ദേഹത്തെ ബിജെപിയിൽ നിന്നും പുറത്താക്കിയത്. ഇതിന് കാരണം മോദി പറഞ്ഞത് തീർത്തും മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് മനസ്സിലാക്കിയാണ് കൂട്ടത്തിൽപ്പെട്ട നേതാവിനെ പോലും അവർ വിമർശിച്ചു എന്ന പേരിൽ പുറത്താക്കുന്നത്. എന്നാൽ അവിടെ കൂട്ടത്തിൽ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നവനെ പോലും താൻ എന്താണ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാതെ പോയത് മുസ്ലിം ആയതിന്റെ പേരിൽ നേതാവിനെ തന്നെ പുറത്താക്കിയ മോദിയാണിപ്പോൾ ഉരുണ്ട് കളിക്കുന്നത്. അത് തോൽവി മുന്നിൽ വന്ന് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. ബിജെപിയുടെ കോട്ടകളിലാണ് നാലാം ഘട്ട വോട്ടെടുപ്പ് അരങ്ങേറിയത്. അവിടെയും പോളിംഗ് കുറഞ്ഞതും കെജ്രിവാൾ തീർത്ത കുരുക്കുമൊക്കെയാണിപ്പോൾ മോദിയെ കൊണ്ട് ഇങ്ങനെയെങ്കിലും തിരുത്തി പറയിപ്പിച്ചത് എന്നുള്ളതാണ്. നുഴഞ്ഞു കയറ്റക്കാരാണെന്നും കൂടുതൽ കുട്ടികൾ ഉള്ളവരെന്നും താൻ പ്രസംഗത്തിൽ പറഞ്ഞത് മുസ്ലിങ്ങളെ കുറിച്ചാണെന്ന് ആരു പറഞ്ഞു എന്നാണ് മോദി ഇപ്പോൾ ചോദിക്കുന്നത്. തന്റെ പ്രസ്താവന മുസ്ലിങ്ങളെ കുറിച്ചാണെന്ന വ്യാഖ്യാനം കേട്ട് താൻ പോലും ഞെട്ടിപ്പോയി എന്നാണ് അദ്ദേഹം പറയുന്നതും. അത്തരമൊരു കൂട്ടിച്ചേർക്കൽ, അതായത് ആടിനെ പട്ടിയാക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ. എന്താണെങ്കിലും നാലാം ഘട്ടവും കഴിയുമ്പോൾ മോദി വിയർക്കുകയാണ്.